പെരിയ കൂട്ടക്കൊലക്കേസിൻ്റെ വിധി വന്നു. എറണാകുളം CBI കോടതിയിൽ ആ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞിരുന്നു. 14 പേർ കുറ്റക്കാർ. CPM പാർട്ടിയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ ആണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. 1 മുതൽ 8 വരെ പ്രതികൾക്കും കൊലക്കുറ്റവും ഗൂഢാലോചനയും പങ്കുണ്ടെന്നും കോടതി കണ്ടെത്തി. അവിടെ 24 പ്രതികളിലെ 14 പ്രതികളെ ശിക്ഷിച്ചെന്ന് പറഞ്ഞാൽ അവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി ശിക്ഷാവിധി അടുത്ത ദിവസം കോടതി പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതിനകത്ത് CPM ഭാരവാഹികൾ ഉൾപ്പെട്ടവരാണ് ഈ ഗൂഢാലോചന നടത്തി കൊലപാതകം നടത്തിയെന്നാണ് വിധിയുടെ രക്തം ചുരുക്കം. മുൻ MLA കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ രാഘവൻ വെളുത്തോളി പാക്കൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. പീതാംബരൻ പെരിയ ഏരിയ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ AN മണികണ്ഠൻ ഉദുമ ലോക്കൽ സെക്രട്ടറിയാണ്. അങ്ങനെ CPM പാർട്ടിയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ജില്ലാ നിലവാരം വരെയുള്ള ആളും മുന്നൊരു MLAയും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. 14 പേര് കുറ്റക്കാർ, അവർ കൊലക്കേസിനും അതുപോലെ തന്നെ ഗൂഢാലോചനയിലും പങ്കെടുത്തവരെന്ന് കോടതി കണ്ടെത്തി. 10 പേരെ വെറുതെ വിട്ടിട്ടുണ്ട്. അതിന് അപ്പീൽ പോകും എന്ന് തന്നെയാണ് ആ കൊല്ലപ്പെട്ട കുട്ടികളുടെ 2 പേരുടെ മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത്. അവരിലെ ശരത്ലാലിൻ്റെ അമ്മ അതുപോലെ തന്നെ കൃപേഷിൻ്റെ അമ്മയും അവർ 2 പേർക്കും വീടിനടുത്ത് ഉണ്ടാക്കിയ സ്മൃതി മണ്ഡപത്തിൽ എത്തി തേങ്ങിക്കരയുന്ന രംഗങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ CPM രാഷ്ട്രീയത്തിൽ അവരുടെ ലോക്കൽ കമ്മിറ്റിയിൽ ഇതൊരു പ്രാദേശികമായ നേതാക്കന്മാർ പല കൊലപാതകങ്ങളും നടത്തിയതായിട്ട് നമുക്ക് കണ്ടു. പാർട്ടി അതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പാർട്ടിയുടെ നാമാവശേഷമാകും. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ CPMനെ ആൾക്കാർ വെറുത്തു തുടങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. പ്രാദേശികമായി എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടിക്ക് വളരെ ഹാനികരമാണ്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം മൂലം പെരിയയിലും കാസർഗോഡ് ജില്ലയിലും വളരെയധികം കോൺഗ്രസ്സുകാരും ചെറുപ്പക്കാരായ കോൺഗ്രസ്സുകാരിലേക്ക് വന്ന് ഈ 2 ചെറുപ്പക്കാർ പ്രവർത്തന ഫലമായിട്ടാണ് അവരെല്ലാം വന്നത്. പ്രാദേശികമായ CPM നേതാക്കന്മാർ ഇവരെ ഒതുക്കേണ്ട ആവശ്യം ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടി വളരില്ല എന്ന് അവരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 ചെറുപ്പക്കാരായ കോൺഗ്രസ്സിലെ ചുണക്കുട്ടികളെ 2 പേരെയും വകവരുത്താൻ തീരുമാനിച്ച് അത് കുറ്റം ചെയ്ത് അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ വന്നവരുടെ അടുത്ത് വരാത്ത പ്രാദേശികമായി അവിടെ തന്നെ അവർക്ക് വേണ്ട ഒത്താശകൾ കൊടുത്ത മുൻ MLA അതുപോലെയുള്ള ഏരിയയും ലോക്കൽ കമ്മിറ്റിയിലുള്ള ഭാരവാഹിത്വമുള്ള CPMൻ്റെ ആൾക്കാർ അവരുടെ പ്രേരണ കൊണ്ടും അവരുടെ ഗൂഢാലോചന കൊണ്ടും ഈ ഇരട്ട കൊലപാതകം അവിടെ നടപ്പാക്കുകയായിരുന്നു. എന്തായാലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചിൻ്റെയൊക്കെ തീരുമാനം ഇതിൻ്റെ പിന്നിലുണ്ട്. എങ്കിലും CBI കോടതിയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ കുറ്റപത്രം ക്വാഷ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം പുതിയ അന്വേഷണം വന്നു CBI. അവരുടെ അന്വേഷണത്തിൽ ആണ് 24 പേര് പ്രതികളായി വരുന്നത്. അത് കുറ്റച്ചാർജ് കോടതി CBI കോടതി കൊടുത്തു. അതിൻ്റെ വിധി ഇന്ന് വന്നിരിക്കുന്നു. 14 പ്രതികളല്ല 24 പ്രതികളെ ശിക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അവിടുത്തെ കോൺഗ്രസ് ഭാരവാഹികളും അതോടൊപ്പം തന്നെ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെ മാതാപിതാക്കളും പറയുന്നത്. അവർ തൃപ്തരല്ല. കോടതിയുടെ വിധി നന്നായിരിക്കുന്നു എന്ന് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നെങ്കിലും 24 പേരെ ശിക്ഷിക്കപ്പെടണം എന്ന് വിലപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന അമ്മമാരെ നമുക്ക് TV കൂടെ കാണാം. എന്തായാലും ഇതിന് അപ്പീൽ പോകും. അപ്പീലിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. ഏതായാലും ഈ കേസിൻ്റെ നടത്തിപ്പിന് വേണ്ടി CPMന് വേണ്ടി ഹാജരായത് അവിടുത്തെ നേരത്തെ കോൺഗ്രസ്സുകാരായ ഒരു വ്യക്തിയായിരുന്നു CK ശ്രീധരൻ. അയാൾ കോൺഗ്രസ് DCC വൈസ് പ്രസിഡന്റ്, KPCCയുടെ വൈസ് പ്രസിഡന്റ് വരെ എത്തിയ വ്യക്തിയാണ്. അങ്ങേര് കാലുവാരി അപ്പുറത്ത് ചാടി അവർക്ക് വേണ്ടി ഹാജരായി എന്നാണ് പറയുന്നത്. എന്തായാലും CK ശ്രീധരനെ കോൺഗ്രസ്സുകാരനായി വർഷങ്ങളോളം ആ പാർട്ടിയിൽ നിന്നിട്ട് ഈ കേസിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം പാർട്ടി മാറി CPMൽ പോവുകയും ഈ കേസിൻ്റെ നടത്തിപ്പ് പ്രതികൾ കൊണ്ട് അദ്ദേഹം നടത്തുകയും ചെയ്തു. അതാണ് ആ കേസിൻ്റെ രാഷ്ട്രീയ ചരിത്രം. എന്തായാലും ശിക്ഷ
അർഹിക്കുന്ന ശിക്ഷയായിട്ടാണ് തോന്നുന്നത്. 2 കുട്ടികളെ വെട്ടിക്കൊന്നതാണ്. അത് അപ്പീൽ പോയാൽ തന്നെ അതിനകത്ത് വലിയ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. CBI കോടതി കൃത്യമായി അതിൻ്റെ എവിഡൻസിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ 14 പ്രതികളെ ക്രൈംബ്രാഞ്ച് പ്രതിയാക്കി കൊടുത്തതിലും ആ കേസിൻ്റെ അന്വേഷണവും മികവുറ്റതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ CBI വന്ന ശേഷം ബാക്കി 10 പേരെ ഇവിടെ പ്രതിയാക്കുകയും അതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്ക് എല്ലാവരെയും പ്രതിയാക്കുകയും ചെയ്തുകൊണ്ട് 24 പ്രതികൾ വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അടുത്ത ദിവസം നമുക്കറിയാം എന്താണ് ശിക്ഷ കോടതി വിധിക്കുന്നതെന്ന്. 14 പേരുടെ ശിക്ഷാവിധി അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ഇന്നോ നാളെയോ നമുക്ക് കേൾക്കാൻ സാധിക്കും.